വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കുട്ടികളും ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വാൾ ഹാങ് ആണ്. അതിനായിട്ട് കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൽ നിന്ന് 4 സ്ക്വയർ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10x10 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ലൈറ്റ് ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂവും കൂടെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 സ്ക്വയർ പീസസും ഇതുപോലെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസ് ഞാൻ ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് വാർലി പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി 4 കാർഡ്ബോർഡ് പീസസിലും കൂടെ നമ്മൾ ഈ ഒരു രീതിയിൽ വരച്ചെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ചാനൽ വലിയൊരു ഫാമിലി ആക്കാൻ. അപ്പോൾ പുതിയ ആരെങ്കിലും കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തതിന് ശേഷം പിന്നെ ബോർഡറായിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട് എല്ലാത്തിലും. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ബോർഡർ വരച്ചെടുത്ത ശേഷം ഞാൻ 4 കോർണറിലായിട്ട് ഇതുപോലെ മിറർ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മിറർ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തതേ ഉള്ളൂ, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ കാർഡ്ബോർഡിലും ഇതുപോലെ മിറർ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റിങ്സ് തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ആദ്യത്തെ പെയിൻറ്റിങ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ത്രെഡ് ടൈ ചെയ്തെടുത്ത ശേഷം 4-5 ബീഡ്സ് ഈ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത പെയിൻറ്റ് എടുത്ത ശേഷം അതുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ജോയിൻറ്റ് ചെയ്ത ശേഷം കാണിക്കാമേ. അപ്പോൾ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ പെയിൻറ്റിങ്ങിൽ നമുക്ക് ടാസിൽസ് ഉപയോഗിച്ച് ഇതുപോലെ ടൈ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ആ പെയിൻറ്റിങ്ങിൽ ടാസിൽ ടൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ത്രെഡിൽ 4-5 ബീഡ്സ് ത്രെഡിൻ്റെ ഉള്ളിൽ ഇട്ട ശേഷമാണ് ഇതുപോലെ ടൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ടൈ ചെയ്ത ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.